ഹലോ ഹായ്. ഈ ഒരു നല്ലൊരു കാലാവസ്ഥ കണ്ടപ്പോൾ ചാടി കയറി പുറപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഈ കാണുന്നത്. അതായത് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോകുന്നൊരു ട്രിപ്പായിരുന്നു ഇത്. നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു യാത്രയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ യാത്രയിൽ കല്ല് കടിക്കാനായിട്ട് ഈ ഒരു ബ്ലോഗും കിട്ടിയത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം അടുത്തൊരു ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ടൈം എടുക്കും അവിടെ എത്തുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചുവന്ന മണ്ണ് എത്തിയത് കേട്ടോ. ഈ ചുവന്ന മണ്ണിൽ എനിക്ക് അന്ന് ഭയങ്കര അത്ഭുതമായിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത്. അതായത് ചുവന്ന മണ്ണുള്ള ഈ ഒരു പാലം അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പാലമായിരുന്നു എന്നായിരുന്നു. കാരണം അത്യാവശ്യം ആളുകൾക്ക് നടന്നു പോകാനും ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് പോകാനും വേണ്ടി ഒരു പാലം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അന്ന് മനസ്സിലാക്കിയത്. കാരണം പീച്ചി ഡാമിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു അതായത് പോകുന്ന ഒരു കനാലാണ് ഇത്ര. വെള്ളം അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ടുള്ള ഒരു കനാലാണ് ഇത്ര അത്. അന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിതാ കുതിരാൻ തുരങ്കം എത്തിയത് കേട്ടോ. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു തുരങ്കമാണ് ഇത്ര ഇത്. അങ്ങനെ ഞങ്ങളിതേ പോയി നമ്മുടെ അടുത്ത ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള പാലക്കാട് എത്തി കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ 90s കിഡ്സിൻ്റെ പ്രിയപ്പെട്ട ലൊക്കേഷനായ കൊല്ലങ്കോട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അതായത് നന്നായിട്ട് വൈകിട്ടോ. ഒരു 8 മണി 8:30 ആയി അവിടെ എത്തുമ്പോൾ. കാരണം ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. കാരണം സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് പോയത്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോണേക്കാളും മുന്നേ 2 ആൾക്കാരെ കണ്ടപ്പോൾ, അതായത് അവിടെ കൊല്ലം കൂടി താമസിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പോകാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ അവർ പറഞ്ഞത് ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്, കരടിയൊക്കെ ഉണ്ടാവും അത്ര. അപ്പോൾ ഞങ്ങൾക്ക് പേടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അധികം ദൂരം അങ്ങോട്ട് പോയില്ല. കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു പോന്നു. കാരണം വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ചും കൂടി നടക്കാണ്ട് അത്ര. പിന്നെ ഇരുട്ടത്ത് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങളിതേ അവസാന സ്പോട്ടായിട്ടുള്ള നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ എത്തിയിട്ടോ. പക്ഷേ അവിടെയും നമ്മുടെ ബ്ലോക്ക് കാരണം തന്നെ അവിടെയും ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കടികളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവർ പറഞ്ഞു കേട്ടോ, ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ പാത്രമൊക്കെ അവർ കഴുകി വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും ഉണ്ടാക്കുന്നത് അത്രയും ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് അമ്മൂമ്മ പറഞ്ഞത് അതായത് ഗുണ്ടുവിനെ ചെറുപ്പത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേന്ന്. കാരണം ഞങ്ങളെ നല്ല ഓർമ്മയുണ്ട് അത്ര അവർക്ക്. അപ്പോൾ അതും കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിട്ടോ. കാരണം എത്രയോ കാലങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവരും ഇത്രയും ആളുകളെ കാണുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെ കണ്ടു മനസ്സിലായി എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.